Good morning students, welcome to this video. Today the subject of discussion is classification of cells. Cell നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സെൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 2 or more cells are known as battery. രണ്ടോ അതിലധികമോ സെല്ല് ചേർന്നാൽ അതിനെ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നു പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൽസ്. Cells can be classified into two. First one is primary cell and second one is secondary cell. സെൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി സെൽ എന്നും സെക്കൻഡറി സെൽ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ we cannot recharge primary cells. പ്രൈമറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയത്തില്ല. പ്രൈമറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയില്ല. അത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവശേഷിക്കുന്നത് ത്രോ അവേ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പ്രൈമറി സെല്ലിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വലിച്ചെറിയുക എന്നുള്ളത് മാത്രമേ വലിച്ചെറിയുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. രണ്ടാമത്തെ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, സെല്ലിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെൽ ഈസ് we can recharge secondary cell and we cannot recharge primary cell. ചാർജ് തീർന്നു കഴിഞ്ഞാൽ പ്രൈമറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ സെക്കൻഡറി സെല്ലിനെ റീചാർജ് ചെയ്യാൻ പറ്റും. ചാർജ് തീർന്നു കഴിഞ്ഞാൽ പ്രൈമറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയില്ല. we cannot recharge primary cell but we can recharge secondary cell. ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രൈമറി സെല്ലിനെ റീചാർജ് ചെയ്യാൻ കഴിയില്ല, സെക്കൻഡറി സെല്ലിനെ റീചാർജ് ചെയ്യാൻ കഴിയും. ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, we cannot recharge primary cell but we can recharge secondary cell. ഇനി നമുക്ക് പ്രൈമറി സെൽ എന്താണെന്ന് പഠിക്കാം. Primary cells are those cells in which we put some chemical substances to produce EMF by chemical action. ഈ പ്രൈമറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ കെമിക്കൽ ആക്ഷൻ വഴി EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പഠിച്ചു എങ്ങനെയാണ് കെമിക്കൽ ആക്ഷൻ വഴി EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ കെമിക്കൽ ആക്ഷൻ വഴി EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, so primary cells are those cells in which we put some chemical substances to produce EMF by chemical action. അപ്പോൾ പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മൾ ഇടും. ഓക്കെ, യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ കെമിക്കൽ ആക്ഷൻ വഴി EMF പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പ്രൈമറി സെൽസ് എന്ന് പറഞ്ഞാൽ. ആഫ്റ്റർ ദ സെൽ ഈസ് യൂസ്ഡ്, the substances used in it become useless. നമ്മൾ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി സെല്ല് യൂസ് ചെയ്യുന്നു, സെല്ലിന്റെ ചാർജ് ഒക്കെ തീരുന്നു. അപ്പോൾ ഈ സെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഉപയോഗിച്ച കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് യൂസ്ലെസ് ആയി മാറും. കാരണം അതിന്റെ കെമിക്കൽ ആക്ഷൻ വഴി EMF പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു. അതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞു, ആ സെല്ലിനെ യൂസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അത് യൂസ്ലെസ് ആയി മാറും. നമ്മൾ യൂസ് ചെയ്ത കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ലെസ് ആയി മാറും. കാരണം നമ്മൾ അതിനെ യൂസ് ചെയ്ത് കെമിക്കൽ ആക്ഷൻ വഴി EMF ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ലെസ് ആയി മാറും, അത് നിർവീര്യമായി പോവും. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് a life of a cell depends on material used. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രൈമറി സെല്ലിന്റെ
ലൈഫ് എന്ന് പറയുന്നത്. എത്ര നാൾ അല്ലെങ്കിൽ എത്ര മണിക്കൂർ അതിനെ യൂസ് ചെയ്യാൻ കഴിയും, പ്രൈമറി സെല്ലിനെ എത്ര മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നത് അതിനകത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശ്രദ്ധിക്കുക, പ്രൈമറി സെല്ലില് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും റീചാർജ് ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നമുക്ക് വലിച്ചെറിയോ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി സെല്ലിന്റെ ലൈഫ് എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ലൈഫ് ഓഫ് എ പ്രൈമറി സെൽ ഡിപ്പെൻഡ്സ് ഓൺ കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈമറി സെൽ എത്ര മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, കെമിക്കൽ സബ്സ്റ്റൻസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Also, once the substances become useless, now materials are required to get it again ready for use. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ലെസ് ആയി കഴിഞ്ഞാൽ പുതിയ കെമിക്കൽ സബ്സ്റ്റൻസസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അല്ല റീചാർജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ പുതിയ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു സെല്ല് മേടിക്കും. അപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ലെസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ആ കെമിക്കൽ സബ്സ്റ്റൻസസിന് പകരം പുതിയ സബ്സ്റ്റൻസ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, നേരത്തെ ഉപയോഗിച്ചിരുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് പകരം പുതിയ കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുക. അത് പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആ ഉപയോഗശൂന്യമായ സെല്ല് വലിച്ചെറിയും, പുതിയൊരു സെല്ല് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ, ഒരു പ്രൈമറി സെല്ലിന്റെ ആയുസ് എന്ന് പറയുന്നത് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ കെമിക്കൽ സബ്സ്റ്റൻസസ് കെമിക്കൽ ആക്ഷൻ ഒക്കെ കഴിഞ്ഞ് നിർവീര്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ ലൈഫ് തീരും. അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് റീചാർജ് ചെയ്യാൻ കഴിയത്തില്ല. അതിന് പകരം പുതിയ സബ്സ്റ്റൻസസ് യൂസ് ചെയ്തേ പറ്റും. പക്ഷെ അത് സാധാരണഗതിയിൽ അത് പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, അത് വലിച്ചെറിയും, അത് ഉപയോഗിക്കാതിരിക്കും. ഓക്കെ, ഈ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ വോൾട്ടോയിക് സെൽ. ഓക്കെ, സിമ്പിൾ വോൾട്ടോയിക് സെൽ. ഓക്കെ, സിമ്പിൾ വോൾട്ടോയിക് സെല്ലിനകത്ത് ഒരു കോപ്പർ റോഡ് ഉപയോഗിക്കും, ഒരു സിങ്ക് റോഡ് ഉപയോഗിക്കും. സാധാരണ അതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ വോൾട്ടോയിക് സെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സാധാരണ അതിലൊരു സിങ്ക് റോഡ് കാണും, അതേപോലെ തന്നെ ഒരു കോപ്പർ റോഡ് കാണും. കോപ്പർ റോഡും സിങ്ക് റോഡുമാണ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റി ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സിമ്പിൾ വോൾട്ടോയിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. അതിനകത്തൊരു ഇലക്ട്രോഡായിട്ട് ഒരു സിങ്ക് റോഡും കാണും, ഒരു കോപ്പർ റോഡും കാണും. അതൊരു വൺ ഫ്ലൂയിഡ് സെല്ലാണ്. അതിനകത്ത് വൺ ഫ്ലൂയിഡ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സൾഫ്യൂരിക് ആസിഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിനകത്ത് രണ്ട് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുന്നുണ്ട്, രണ്ടാമത്തത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുന്നുണ്ട്, രണ്ടാമത്തത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെയുള്ള പ്രൈമറി സെല്ലാണ് ലെക്ലാൻഷി സെൽ എന്ന് പറയുന്നത്. അതിനകത്തും രണ്ട് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോലൈറ്റ് ആണ്. നാലാമത്തത് ഡ്രൈ സെല്ലാണ്. ഈ ഡ്രൈ സെല്ലിനകത്ത് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് രൂപത്തിലായിരിക്കും. ഫ്ലൂയിഡ് ഇൻ പേസ്റ്റ് ഫോം. ഫ്ലൂയിഡ് ഇൻ പേസ്റ്റ് ഫോം. ഓക്കെ, ഫ്ലൂയിഡ് പേസ്റ്റ് ഫോമിലായിരിക്കും ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ സെൽസിന്റെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നത്. അപ്പോൾ സെൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. സെക്കൻഡറി നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം, പ്രൈമറിയെ ചാർജ് ചെയ്യാൻ കഴിയത്തില്ല. പ്രൈമറി സെൽസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ പ്രൈമറി സെൽസ് വി ആർ യൂസിംഗ് സം കെമിക്കൽ സബ്സ്റ്റൻസസ് ടു പ്രൊഡ്യൂസ് EMF ബൈ കെമിക്കൽ ആക്ഷൻ. പ്രൈമറി സെല്ലിനകത്ത് നമ്മൾ ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കും, അതിന്റെ കെമിക്കൽ ആക്ഷൻ വഴി EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി സെൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ്ലെസ് ആയി മാറും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രൈമറി സെല്ലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ വോൾട്ടോയിക് സെൽ ഉണ്ട്,
ഡാനിയൽ സെല്ലുണ്ട്, ലെക്ലാൻഷ്യ സെല്ലുണ്ട്, ഡ്രൈ സെല്ലുണ്ട്. ഇത് എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഇതിനകത്ത് എന്തൊക്കെ ഇലക്ട്രോഡ് വരും, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. പ്രൈമറി സെല്ലിന് 4 എക്സാമ്പിൾ എന്ന് പറയുന്ന സിമ്പിൾ വോൾട്ടൈക് സെല്ല്, ഡാനിയൽ സെല്ല്, ലെക്ലാൻഷ്യ സെല്ല്, ഡ്രൈ സെല്ല്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.